ഞാൻ പറഞ്ഞു വരുന്നത് എൻ്റെ ഒരു അനുഭവമാണ്. ഞാൻ ഉൾപ്പെടെയുള്ള മനുഷ്യരെ പറ്റി അവ്യക്തമായ ഒരു അറിവ് എനിക്കുണ്ട്. എൻ്റെ ചുറ്റുമുള്ളവരിൽ നല്ലവരുണ്ട്, കള്ളന്മാരുണ്ട്, സാംക്രമിക രോഗമുള്ളവരുണ്ട്, ഭ്രാന്തന്മാരുണ്ട്. പിന്നെ തിന്മയാണ് ഈ ലോകത്തിൽ അധികവും. എന്നാൽ ഇത് നമ്മൾ മറന്നുപോകും. അപകടം പറ്റി കഴിയുമ്പോഴാണ് നമുക്ക് ബോധമുണ്ടാവുക. ഇവിടെ നിന്ന് ഏതാണ്ട് 1500 മൈൽ ദൂരെ പർവ്വതത്തിന്റെ താഴ്വരയിലുള്ള ഒരു വലിയ നഗരം. അവിടെയുള്ളവർ പണ്ടുകാലം മുതലേ ദയയ്ക്ക് അത്ര പേര് കേട്ടവരല്ല. ക്രൂരതയുള്ളവരാണ്. കൊലപാതകം, കൂട്ടക്കവർച്ച, പോക്കറ്റടി ഇതെല്ലാം നിത്യ സംഭവങ്ങളാണ്. പണം അവിടെ വലിയ കാര്യമാണ്. അതിനുവേണ്ടി എന്തും ചെയ്യും, ആരെയും കൊല്ലും. ഞാൻ അവിടെ ഒരു വൃത്തികെട്ട തെരുവിൽ വളരെ വൃത്തികെട്ടതും ചെറുതുമായ ഒരു മുറിയിൽ താമസിക്കുകയാണ്. ഉദ്യോഗമുണ്ട്. വിദേശികളായ തൊഴിലാളികളെ ഇംഗ്ലീഷ് പഠിപ്പിക്കൽ, അവരെ ഇംഗ്ലീഷിൽ മേൽവിലാസം എഴുതാൻ പഠിപ്പിക്കൽ. അങ്ങനെ പതിവ് പോലെ ഞാൻ വൈകുന്നേരം 4 മണിക്ക് ഉണർന്നു. ദിനകൃത്യങ്ങളെല്ലാം ചെയ്തു. ഊണും ചായയും കഴിക്കാൻ വേണ്ടി ഞാൻ പുറത്തേക്ക് ഇറങ്ങി. ഇറക്കം ഫുൾ സ്യൂട്ടിലാണെന്ന് ഓർക്കണം. എന്റെ കോട്ട് പോക്കറ്റിൽ ഒരു പേഴ്സുണ്ട്. അതിൽ 14 രൂപയുമുണ്ട്. അതാണ് എന്റെ ജീവിതത്തിലെ ആകെ സ്വത്ത്. അങ്ങനെ ഞാനൊരു ഹോട്ടലിൽ കയറി ഒരു സീറ്റ് പിടിച്ചു. ഇവിടെ എന്താ വേണ്ടത്? പൊറോട്ട, ഇറച്ചി, കാപ്പി. ഇവിടെ എന്താ എന്താ ഉള്ളത്? ചപ്പാത്തി, പത്തിരി, പൊറോട്ട, ഇറച്ചി, കാപ്പി, മിക്സ്. ചപ്പാത്തി, ഇറച്ചി, ചായ. വയറ് നിറയെ ചപ്പാത്തിയും ഇറച്ചിയും കഴിച്ചു. ഒരു ചായയും കുടിച്ചു. ആകെ 11 രൂപയായി. ഞാനത് കൊടുക്കാനായി കോട്ട് പോക്കറ്റിൽ കൈയിട്ടു. ഞാൻ ആകെ വിയർത്തുപോയി. വയറ്റിൽ ചെന്നതെല്ലാം ദഹിച്ചു. എന്താണെന്ന് വെച്ചാൽ പേഴ്സ് കാണാനില്ല. ഞാൻ പറഞ്ഞു, എന്റെ പേഴ്സ് ആരോ പോക്കറ്റ് അടിച്ചു. പണം മര്യാദയ്ക്ക് വെച്ചിട്ട് പോ, അല്ലെങ്കിൽ
ഞാനൊരു എഴുത്തുകാരനാ. എഴുത്ത് നിന്റെ കഴുത്തിന്. ഞാൻ ആ സദസ്സിലേക്ക് നോക്കി. എന്റെ ചുറ്റും ദയയുള്ള ഒരു മുഖവും ഞാൻ കണ്ടില്ല. വിശന്ന ചെന്നായ്ക്കളെ പോലുള്ള നോട്ടങ്ങൾ. എന്റെ കോട്ട് ഇവിടെ ഇരിക്കട്ടെ, ഞാൻ പോയി പണം കൊണ്ടുവരാം. കോട്ടില്ല. അടിയിലൊന്നുമില്ല സാർ. അടിയിൽ എന്തെങ്കിലും കാണാം. ഓരോരോ തട്ടിപ്പുകളെ. ഈ തട്ടിപ്പൊന്നും ഇവിടെ നടക്കില്ല. ഭക്ഷണം കഴിഞ്ഞിട്ട് പണം കൊടുക്കാണ് പോകാൻ തരത്തില്ല. പണം കൊണ്ട് പോടോ. പണം വെച്ച് പോ. ഇവൻ എവിടുത്തുകാരനാ? ഓ, ആർക്കറിയാം. ഊരടാ, ഊരടാ. അടിയിൽ എന്തെങ്കിലും കാണുമെന്ന് ആൾക്കൂട്ടം ആർത്തു വിളിച്ചു. എന്റെ കൈകൾ അനങ്ങുന്നില്ല. ഞാൻ ഭാവനയിൽ കണ്ടു, രണ്ടു കണ്ണുമില്ലാത്ത നഗ്നനായ ഒരാൾ ആൾക്കൂട്ടത്തിനിടയിൽ തെരുവിൽ നിൽക്കുന്നു. അങ്ങനെ ജീവിതം അവസാനിക്കുകയാണ്. അവസാനിക്കട്ടെ. ഞാൻ ഈ സംഭവത്തിന് പോട്ടെ. ലോകങ്ങളുടെ സൃഷ്ടാവേ, എന്റെ ദൈവമേ, ഒന്നും പറയാനില്ല. എല്ലാം ശുഭം. എല്ലാം ശുഭം. ഞാൻ ട്രൗസറിന്റെ ബട്ടൺ ഓരോന്നായി അഴിക്കാൻ തുടങ്ങി. അപ്പോൾ ഒരു ശബ്ദം കേട്ടു. നിർത്തി. ഇയാളുടെ പണം ഞാൻ തരാം. എത്ര എന്നാ പറയുന്നത്? 11 രൂപ. എല്ലാം എടുത്ത് ധരിക്ക്. വരൂ. അങ്ങ് ചെയ്തത് വലിയ കാര്യമാണ്. ഇത്രയും നല്ലൊരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. പേരെന്താ? ബഷീർ, വൈക്കം മുഹമ്മദ് ബഷീർ, ദൂരെ കോഴിക്കോട്ട് ബേപ്പൂരില്ല. താങ്കളുടെ പേരെന്താ? എനിക്ക് പേരില്ല. എങ്കിൽ ദയവ് എന്നായിരിക്കും. അയാൾ ചിരിച്ചില്ല. ഞങ്ങൾ അങ്ങനെ നടന്ന് വിജനമായ ഒരിടത്ത് ചെന്ന് ചേർന്നു. അയാൾ ചുറ്റിനും നോക്കി. മറ്റാരും അടുത്തെങ്ങുമില്ല. നോക്ക്, തിരിഞ്ഞു നോക്കാതെ പോകണം. എന്നെ ആരെങ്കിലും കണ്ടോ എന്ന് ചോദിച്ചാൽ കണ്ടില്ലെന്ന് പറയണം. ഇതിലേതാണ് നിന്റെ പേഴ്സ്? ഇതാണ് എന്റെ പേഴ്സ്. എടുത്തോ, തുറന്നു നോക്ക്.
ദൈവം നിന്നെ രക്ഷിക്കട്ടെ. ദൈവം നിങ്ങളെ രക്ഷിക്കട്ടെ. അതെ അതെ, ദൈവം നിങ്ങളെ രക്ഷിക്കട്ടെ.